ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. സിനിമയ്ക്ക് ഇപ്പോൾ വൻ പ്രൊമോഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഈ സിനിമ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഇനിയുള്ള പ്രതീക്ഷയുള്ള സിനിമകളിൽ ഏറ്റവും മികച്ചതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമാസ് എന്ന് വെച്ചാൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമകളിൽ തന്നെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമാസിൽ ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ വിജയിക്കണം എന്നാണ് എല്ലാ മലയാളികളും, മോഹൻലാൽ ഫാൻസ് മാത്രമല്ല എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നത്. കാരണം ഇതേപോലുള്ള സിനിമകൾ മാറ്റങ്ങൾ കൊണ്ടുവരണം, സിനിമ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. മലയാള സിനിമ ഏറ്റവും വലിയ നിലയിലോട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലോട്ട് എത്തണം എന്നുള്ള ആഗ്രഹങ്ങൾ നമുക്കും ഉണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഈ ഇതിൻ്റെ നമ്മുടെ പ്രഭാസിൻ്റെ കൂടെ സലാർ എന്ന് പറഞ്ഞ സിനിമയും അതുപോലുള്ള ബോളിവുഡ് സിനിമകളിലുമൊക്കെ പൃഥ്വിരാജ് അഭിനയിച്ചതിൻ്റെ ഭാഗമായിട്ട് പൃഥ്വിരാജിന് കുറേ ഡയറക്ടേഴ്സുമായിട്ട് ബന്ധമുണ്ട്. അവരിൽ നിന്നും കരസ്ഥമാക്കിയ കുറേ കഴിവുകൾ പൃഥ്വിരാജിനുണ്ട്. അപ്പോൾ അവിടെ നിന്നും കിട്ടിയ കഴിവുകൾ പൃഥ്വിരാജ് എമ്പുരാനിൽ പ്രയോജനപ്പെടുത്തും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പം ഉറപ്പായും ഈ സിനിമ ഒരു വലിയൊരു സിനിമയാകും. എന്തായാലും മിക്കവാറും മലയാളത്തിലെ അടുത്ത ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുന്നത് എമ്പുരാൻ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അതൊരു നല്ല സിനിമയാണെന്നുള്ളൊരു റെസ്പോൺസ് മാത്രം കിട്ടിയാൽ മാത്രം തന്നെ ഈ സിനിമ ഒരു വലിയ വിജയമാകാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ ആ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ വന്ന് പറയുന്നു, ഒരു സിനിമ ഒരു 100 കോടി ഷെയർ പ്രൊഡ്യൂസറിന് വാങ്ങിക്കൊടുത്തില്ല എന്ന് പറയുന്നു. അവർ പറയുന്നത് വെച്ചാൽ 100 കോടി കളക്ഷൻ കിട്ടിയ 27 കോടി രൂപയാണ് പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. 27 മുതൽ 30 കോടി, 27 ആണെന്നാണ് അവർ പറയുന്നത്. 30 കോടി വെച്ചാൽ പോലും 100 കോടിയിൽ 30 കോടി, 3 പോലും ഇല്ല. അപ്പം 150 കോടി രൂപ കളക്ഷനാണ് ഇത്. 150 കോടി രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് കേൾക്കുന്നു എമ്പുരാൻ്റെ. അപ്പം ആ സിനിമ 150 കോടി പ്രൊഡ്യൂസറിന് നേടിക്കൊടുക്കണമെങ്കിൽ അത് 450 കോടി രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് എന്തായാലും കേരളത്തിൽ നിന്നും 450 കോടി രൂപ കളക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് കേരളത്തിൽ നിന്ന് ഒരു മാക്സിമം നമുക്ക് KGF അതുപോലുള്ള സിനിമകൾ 80-85 കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരു സെക്കൻഡ് കുറച്ച് സൗണ്ട് വരിയിട്ടുണ്ട്. ആ സൗണ്ടിൻ്റെ പോർട്ടൽസിൻ്റെ അങ്ങനെ KGF എന്ന് പറയുന്ന സിനിമ 80-82 കോടി രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊരു 100 കോടി തന്നെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വയ്ക്കാം. 100 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കിട്ടുന്നത് 30 കോടി രൂപയാണ് ഇവർ പറഞ്ഞ കണക്കിന്. അപ്പോൾ 150 കോടി രൂപ മുടക്കിയിട്ട് 30 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ ഇത് വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും, അതായത് വെളിയിലുള്ള സംസ്ഥാനത്ത് പോകുമ്പോഴൊക്കെ വേറെ ഒരു റിലീസ് ടീമിനായിരിക്കും അവർ ഏൽപ്പിക്കുന്നത്. അവർക്ക് എങ്ങനെ പോയാലും കഴിഞ്ഞ പടത്തിൻ്റെ റിലീസിനനുസരിച്ചുള്ള കളക്ഷൻ അനുസരിച്ചുള്ള ഒരു തുകയായിരിക്കും അവർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഷെയറിൽ വിൽക്കണം എന്ന് വെച്ചാൽ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള കണക്കിൽ വിൽക്കണം. പെർസെൻറ്റേജ് കണക്കിൽ വിറ്റ് കഴിഞ്ഞാലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാൻ പോകുന്നത്. അല്ലാതെ മൊത്തത്തിലുള്ള ഒരു കഴിഞ്ഞ എമ്പുരാൻ അവിടെ 5 കോടി രൂപ കളക്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇതൊരു 3 കോടി രൂപയ്ക്ക് ആന്ധ്രയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് വൻ നഷ്ടമായിരിക്കും. കാരണം 3 കോടി അങ്ങനെ 5 കോടി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിലുള്ള അതർ സ്റ്റേറ്റ്സ് അത് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഒരു 10-15-20 കോടി രൂപയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ റേറ്റ് ഏറ്റവും മാക്സിമം വിറ്റ് പോകുന്നത്. അങ്ങനെ പോയാൽ പോലും 30-20-50 കോടി രൂപ അതായിരിക്കും പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. പിന്നെ വെളിയിലുള്ള റൈറ്റ്, അതായത് വിദേശ രാജ്യങ്ങളിലുള്ള റൈറ്റ്. ഇവിടെ നിന്ന് 100 കോടി നേടുന്ന സിനിമ എങ്ങനെയും വിദേശത്ത് നിന്ന് 100 കോടി കിട്ടാറുണ്ട് സ്വാഭാവികമായും. അത് ഏത് മലയാള ചിത്രമാണെങ്കിലും ഒരു ഹിറ്റാവുന്ന സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് എന്ത് കിട്ടുന്നോ അതേ തുക വെളിയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പം അതുപോലെ അത് മിക്കവാറും ഗൾഫ് കൺട്രീസിൽ നിന്നാണ് കൂടുതൽ കിട്ടാറുള്ളത്. ഇത് വലിയ ഹിറ്റായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോകും. നമുക്ക് എന്നാലും ഒരു 100 കോടി രൂപ വെളിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ വയ്ക്കാം. 150 കോടി രൂപയ്ക്ക് വെളിയിൽ നിന്ന് കിട്ടുമെന്ന് വയ്ക്കാം. 150 കോടി രൂപ കിട്ടി അതിൽ 75 കോടി രൂപ അത് പ്രൊഡ്യൂസറിന് കിട്ടില്ല. കാരണം അത് കൂടുതലും റൈറ്റ്സ് ഒക്കെ വെളിയിൽ പോകുന്നതാണ്. അതൊരു റൈറ്റ്സ് എല്ലാം കൂടി ഒരു 50 കോടി രൂപ നമുക്ക് കണക്കാക്കിയാൽ മതി പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. മാക്സിമം ഞാൻ പറഞ്ഞു, ഏറ്റവും മാക്സിമം റിലീസ് റൈറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ബിസിനസ്സുകളല്ല 50 കോടി രൂപ കിട്ടും എന്ന് വയ്ക്കാം. അപ്പം ഈ 30, 20, 50, 100 കോടി രൂപ പ്രൊഡ്യൂസറിന് ലാഭം കിട്ടുന്നു. 150 കോടി രൂപയാണ് പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും സാലറി ഇല്ലാതെയാണ് 140 കോടി രൂപ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ ഒരു 150 കോടിയിൽ നിൽക്കില്ല. നമുക്ക് 150 കോടി നമ്മൾ ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ 100 കോടി രൂപ കിട്ടി. ബാക്കി ഇത്രയും കളക്ഷൻ കിട്ടുന്ന സിനിമയാണെങ്കിൽ
ഉറപ്പായും 50 കോടി രൂപയിൽ കൂടുതൽ ബിസിനസ് നടക്കും. കാരണം വേറെ ആരും എടുത്തിട്ടില്ല, ഇത്രയും രൂപയ്ക്കൊന്നും മലയാള സിനിമ എടുത്തിട്ടില്ല. പക്ഷേ ഇതുപോലെയുള്ള കളക്ഷൻ നേടിയ സിനിമയാണെങ്കിൽ, ബിസിനസ് നടത്തിയിട്ടില്ല, ബിസിനസ് സിനിമ റിലീസിന് ശേഷമാണ് നടത്തുന്നതെങ്കിൽ 50 കോടി രൂപ ഷുവറായിട്ടും കിട്ടും. അങ്ങനെ പോയാൽ പ്രൊഡ്യൂസറിന് ബ്രേക്ക് ഈവൻ ആവും ഈ സിനിമ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഏറ്റവും മാക്സിമമാണ് പറഞ്ഞത്. ഇതെല്ലാം കിട്ടുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമയ്ക്ക് അത് കിട്ടണം. കിട്ടിയില്ല, ഇതിലെവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റി സിനിമയ്ക്ക് ആവറേജ് ആണ് എന്നുള്ളൊരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഭാവി എന്താകും? അടുത്ത LCU അല്ലെങ്കിൽ LCU അല്ല, പൃഥ്വിരാജ് പറഞ്ഞ പോലെ പൃഥ്വിരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നാണ് പൃഥ്വിരാജ് ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത ഭാഗം അതിൻ്റെ ഇതെന്താവും, അതിൻ്റെ അവസ്ഥ എന്താവും? അഥവാ ഈ പടം ആവറേജിൽ ഒതുങ്ങുകയോ എല്ലാം കൂടെ പ്രൊഡ്യൂസറിന് 100 കോടി രൂപ പോലും കിട്ടാത്ത അവസ്ഥ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 3-ാം ഭാഗം ഇറങ്ങില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇറങ്ങുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം ഇത്രയും ബഡ്ജറ്റിൽ നിർത്താതെ കുറേ കൂടെയൊക്കെ ചുരുക്കി ഈ സിനിമ 3-ാം ഭാഗം ഒന്ന് ഒപ്പിച്ചിറക്കുമവർ, അത് വലിയ വിജയമാകും. കാരണം അത്രയും ബഡ്ജറ്റ് ആവാത്തത് കൊണ്ട് നല്ല രീതിയിൽ ആൾക്കാർ ഏറ്റെടുത്ത് വിജയമാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. എന്തായാലും 3-ാം ഭാഗം വരുമെന്ന് അവർ തന്നെ ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ 3-ാം ഭാഗവും വരും. ഈ സിനിമ ഹിറ്റാവുകയും ചെയ്യും, 3-ാം ഭാഗം വരികയും ചെയ്യും. ഈ 3-ാം ഭാഗം വന്നാൽ പോലും 2-ാം ഭാഗമായിരിക്കും മലയാളത്തിലെ എക്കാലത്തെ വലിയൊരു ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് നിലനിൽക്കാൻ പോകുന്നത് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വിജയിക്കുമോ, അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ ഇത്രയും മാക്സിമം കണക്കിട്ട് പോയ അത്രയും കളക്ഷൻ അല്ലെങ്കിൽ അത്രയും പ്രൊഡ്യൂസറിന് അത്രയും ലാഭം കിട്ടുമോ? അഥവാ കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത ഭാഗം വരുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. നന്ദി, നമസ്കാരം.